പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമാണ് സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ തിരുവചന സത്യങ്ങൾക്കായി സ്തോത്രം. അവിടെ ഞങ്ങളോട് സംസാരിക്കണം, മഹത്വം അങ്ങ് സ്വീകരിക്കണമേ. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹവന്ദനം പ്രഥമമായി അറിയിക്കുന്നു. സങ്കീർത്തനം 91 1-ാം വാക്യമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. തുടർന്ന് പറയുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് അപ്രകാരം അത്യുന്നതൻ്റെ മറവിലും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവന് വരുന്ന അനുഗ്രഹങ്ങളും നന്മകളുമാണ്. ആ രണ്ടാം ഭാഗമാണ് എല്ലാവർക്കും വളരെ താല്പര്യം. പക്ഷേ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുക എന്ന് പറയുന്നതും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുക എന്ന് പറയുന്നതും ദൈവത്താൽ പരിപൂർണമായും നിയന്ത്രിക്കപ്പെടുകയും ദൈവത്തിന് വേണ്ടി പരിപൂർണമായും സമർപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അനുഭവമാണ്. ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നതാണ് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. സദൃശവാക്യം 3-ാം അധ്യായം 5-ാം വാക്യപ്രകാരം പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്നാണ്. തുടർന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. സങ്കീർത്തനം 118-ന്റെ 8-ഉം 9-ഉം വാക്യങ്ങൾ പ്രകാരം പറയുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇപ്രകാരം ദൈവത്തിൻ്റെ ദൈവമായ കൃപയിലും നന്മയിലും ആശ്രയിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാനത്രേ വേദപുസ്തകം നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ബലവും സ്വാധീനവും അധികാരവും പണവുമുള്ള മനുഷ്യനിൽ ആശ്രയിക്കുവാൻ ഒരുപക്ഷെ നമുക്കെല്ലാം താല്പര്യം ഉണ്ടാകും. അതിന് കാരണമെന്ന് പറയുന്നത് സ്വന്തം കാര്യങ്ങളും അതുപോലെ താല്പര്യങ്ങളും നിവർത്തിച്ചു കിട്ടും എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ്. പക്ഷെ അങ്ങനെ മനുഷ്യനിൽ ആശ്രയിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ വേദപുസ്തകം നൽകുന്ന മുന്നറിയിപ്പ് അതിശക്തമാണ് എന്ന് നാം മനസ്സിലാക്കണം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും ഫറവോൻ്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിന് എൻ്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രൈമിലേക്ക് പോവുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. വീണ്ടും 31-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനിലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രൈമിൽ ചെന്ന് കുതിരകളിൽ മനസ്സൂന്നി രഥം അനവധിയായി ഉള്ളതുകൊണ്ട് അതിലും കുതിരച്ചേവകർ മഹാബലവാന്മാരായതുകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ട് മാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയും നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർനിലത്തിലും പാർക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും എന്ന് പറഞ്ഞ് അനുഗ്രഹീതമായ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. ദൈവം നൽകുന്ന അനുഗ്രഹമാണ് ശാശ്വതമായിട്ടുള്ള അനുഗ്രഹങ്ങൾ. മനുഷ്യനിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നത് ദോഷകരമാണ്. ജീവിതത്തിൽ ചില പ്രമാണങ്ങളും അതുപോലെ നന്മകളും കാത്തു സൂക്ഷിക്കുന്നവരെ മണ്ടന്മാരെന്നോ ഭോഷന്മാരെന്നൊക്കെ പറയാം. അങ്ങനെ പറയുന്നവരാണ് ലോകം. കാരണം ഓരോ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി ഓരോ സ്ഥാനങ്ങളിലെത്തുകയും പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ഭൗതികമായും പല രീതിയിൽ സ്വാധീനങ്ങളും പണവുമൊക്കെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരെയാണ് ബുദ്ധിമാന്മാരെന്ന് പറയുന്നത്. പക്ഷേ വേദപുസ്തകം അപ്രകാരമല്ല പഠിപ്പിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് നൽകുന്ന സാക്ഷ്യമാണിത്. നാം ദൈവത്തെ പിന്തുടരുമ്പോൾ, ദൈവത്തെ ആശ്രയിച്ച് മാത്രം മുമ്പോട്ട് നമ്മുടെ ജീവിതത്തെ നയിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകേണ്ട നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ പിന്നാലെ വരും എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. ശൗൽ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി അവൻ്റെ പിന്നാലെ തിരഞ്ഞു നടക്കുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ശൗലിനെ കൊന്നുകളഞ്ഞിട്ട് രാജാവാകുവാനുള്ള അവസരം തൻ്റെ മുമ്പിൽ വരികയാണ്. പക്ഷേ ദൈവത്തിൻ്റെ പൈതലായ ദാവീദ് അത് ചെയ്യുന്നില്ല. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 26-ാം അധ്യായം 8-ാം വാക്യം ഇപ്രകാരം പറയുന്നു, അബിശായി ദാവീദിനോട്
ദൈവം നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ അവനെ കുന്തം കൊണ്ട് നിലത്തോട് ചേർത്ത് ഒരു കുത്തായി കുത്തട്ടെ, രണ്ടാമത് കുത്തുകയില്ല എന്ന് പറഞ്ഞു. അപ്രകാരം ദാവീദ് 9-11 വാക്യങ്ങളിൽ പറയുന്നത്, ദാവീദ് വേണമെങ്കിൽ ഇപ്രകാരം അബിശായിയെ കൊണ്ട് കൊല്ലിച്ചിട്ട് തൻ്റെ കൈ കഴുകാമായിരുന്നു. പക്ഷേ ദാവീദ് പറയുകയാണ്, അഭിഷിക്തൻ്റെ മേൽ കൈവയ്ക്കുവാൻ മനസ്സില്ലാതെ ദാവീദ് സംസാരിക്കുന്നു. നമ്മൾ വേദപുസ്തകത്തിൽ ശക്തമായ സന്ദേശം നൽകുന്നത് അഭിഷിക്തൻ്റെ മേൽ കൈവച്ചിട്ട് ശിക്ഷ വരാതിരിക്കുമോ എന്നാണ് ദാവീദ് അബിശായിയോട് ചോദിക്കുന്നത്. അതിനാൽ അപ്രകാരം ഞാൻ അഭിഷിക്തൻ്റെ മേൽ കൈവയ്ക്കുവാൻ ഇടവരുത്തരുതേ എന്ന പ്രാർത്ഥനയാണ് ദാവീദിനുള്ളത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ദാവീദ് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നു. ദാവീദിനൊന്നും നഷ്ടമായില്ല. അനുഗ്രഹീതമായ നന്മയും അതുപോലെ തൻ്റെ ജീവിതത്തിൽ ഒരു ശാപവും പാപവും ഒന്നും വീഴാതെ വണ്ണം ദൈവം കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവമക്കളെല്ലാം ഈ ബോധ്യമുള്ളവരാകണം. പ്രത്യേകിച്ച് ദൈവവേല ചെയ്യുന്ന ദൈവദാസന്മാർ വളരെയധികം ഈ ഒരു ബോധ്യം ഉള്ളവരായി തന്നെ ജീവിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ആവശ്യമാണ്. വളരെ ദൈവാശ്രയവും ദൈവഹിതത്തിൽ നിലനിൽക്കുന്നവരുമാകണം. ആർത്തിയും അത്യാഗ്രഹവും അധികാരഭ്രാന്തും നമ്മെ നാം അല്ലാതാക്കി മാറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവ ആശ്രയവും നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ദൈവത്തിലുള്ള ആശ്രയവും ദൈവഹിതത്തിന് നമ്മെ സമർപ്പിക്കുന്നതും നമ്മെ സുരക്ഷിതരും മനസ്സമാധാനമുള്ളവരും ആക്കി മാറ്റും എന്നുള്ളത് ശ്രദ്ധേയമാണ്. ദർ ഈസ് ഓൾവേസ് പെർഫെക്റ്റ് പീസ് ഇൻ പെർഫെക്റ്റ് ഗോഡ്സ് വിൽ. ദൈവത്തിൻ്റെ പരിപൂർണമായ ഹിതത്തിൽ പരിപൂർണമായ സമാധാനം ഉണ്ടായിരിക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് മാത്രം വേദപുസ്തകത്തിൽ നിന്ന് ധാരാളം അനുഭവങ്ങൾ ദൈവത്തിലുള്ള ആശ്രയം വെച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്നതും അനുഗ്രഹിക്കപ്പെടുന്നതുമായ ധാരാളം ഉദാഹരണങ്ങൾ പറയുവാനുണ്ട്. എങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് മനസ്സിലാക്കുവാൻ ഇത്രയും പര്യാപ്തമാണ്. എൻ്റെ ജീവിതവും ഇതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവമല്ല. ഞാൻ 1985 പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കണ്ണമ്മൂല ഇടവകയിൽ കർത്താവിൽ ഇപ്പോൾ വിശ്രമിക്കുന്ന അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ മോസസ് റായലച്ചൻ വന്ന് ചാർജ് എടുക്കുകയും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയോട് ചേർന്ന് ആശുപത്രി സന്ദർശനം വഴി ശുശ്രൂഷ ആരംഭിച്ചതാണ് ഞാൻ. ഇതുവരെയും ദൈവം നടത്തി. ദൈവം മാത്രമായിരുന്നു ആശ്രയം. മറ്റൊരു ആശ്രയത്തിന് വകയില്ലായിരുന്നു. ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ആ ജീവിതം ശുശ്രൂഷയും ആരംഭിച്ചത് നടത്തിയത്. ദൈവം ഇത്രത്തോളം നടത്തി അത്ഭുതകരമായി പരിപാലിച്ചു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സാക്ഷ്യവും ദൂതുമെന്ന് പറയുന്നത്, വേദപുസ്തക അടിസ്ഥാനത്തിൽ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തിൽ ആശ വെച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാം. ഒരിടത്തും പരാജയപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ദൈവം ലജ്ജിച്ചു പോകുവാൻ നമ്മെ അനുവദിക്കുന്ന ദൈവമല്ല. അതുകൊണ്ട് നമ്മൾ പ്രാരംഭത്തിൽ ചിന്തിച്ചതുപോലെ ദൈവത്തിൽ ആശ്രയം വച്ച് ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ജീവിതങ്ങളായി ദൈവത്തിന് സമർപ്പിച്ച് ജീവിപ്പാൻ, ദൈവത്തിന് പ്രസാദകരമായ ശുശ്രൂഷ അർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. തിരുവചനാനുസരണം ദൈവത്തിൽ ആശ്രയം വച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിപ്പാൻ, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിതവും ശുശ്രൂഷയും അർപ്പിപ്പാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ. അവിടുത്തെ മൗത്തിനായി നിലകൊള്ളുവാൻ സഹായിക്കണം. ഞങ്ങളെ നടത്തിയ വഴികൾക്കായി സ്തോത്രം. എല്ലാവരെയും ആശീർവദിക്കണം. മഹത്വം സ്വീകരിക്കണം. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ കരുണയും കൃപയും കൂട്ടായ്മയും നാം എല്ലാവരോടും ഇന്നും എന്നേക്കും കാലാവസാനം കൂടായിരിക്കുമാറാകട്ടെ. ആമേൻ.